ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറിന്റെ സൈക്കോളജി ചോദ്യങ്ങൾ കഴിഞ്ഞ 4 വർഷം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സൈക്കോളജി ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വേഗത്തിൽ ഒരു റിവിഷനായിട്ട് നിങ്ങൾ ഇത് എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ പറ്റിയിട്ടാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തില് സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്തിട്ടാണെന്നാണ് ചോദ്യം. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അത് ഇന്ന് തന്നെ പഠിക്കുക, അറിയാൻ വയ്യാത്തവര്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ് സൈക്കോ അനാലിസിസ് തിയറി അഥവാ മനോവിശ്ലേഷണ സിദ്ധാന്തം. ഒന്നാമത്തെ ചോദ്യം സിഗ്മണ്ട് ഫ്രോയിഡ്. രണ്ടാമത്തെ ചോദ്യം ഇദ്ദേഹത്തിന് ഘടനാപരമായ മാതൃക, എന്തിന്റെ? പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർത്തിട്ടാണ്. എന്തൊക്കെയാ? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, 3 ഘടകങ്ങൾ ചേർത്തിട്ടാണ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഈഗോയാണ്. റിയാലിറ്റി ഈഗോയാണ്. ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ആനന്ദ തത്വം എന്ന് മലയാളത്തിൽ പറയും. പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇത്. ദെൻ സൂപ്പർ ഈഗോ മോറൽ പ്രിൻസിപ്പിൾ ആണ്. സാൻമാർഗികം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോ, ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്, ആനന്ദ ഘടകം അല്ലെങ്കിൽ ആനന്ദ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ പറയാം. സൂപ്പർ ഈഗോ ഒരു മോറൽ റിയാലിറ്റി ആണ് അഥവാ സാൻമാർഗിക തലത്തിൽ പ്രയോഗിക്കുന്നതാണ്. ഇത് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ലാസ്റ്റ് ടൈം ആയതുകൊണ്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് വികസിപ്പിച്ച മനോവിശ്ലേഷണ സിദ്ധാന്തം വ്യക്തിയുടെ പേര് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ എല്ലാ വർഷവും എന്തുണ്ട്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തെ പറ്റിയിട്ട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനകത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ആരാണിത് സ്ഥാപിച്ചിരിക്കുന്നത്, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത്. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ചോദിക്കുവാണെങ്കിൽ മനസ്സിനെ ഇദ്ദേഹം എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. മനസ്സിനെ അദ്ദേഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അബോധ മനസ്സ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് മനസ്സിന്റെ ഘടകം എന്ന് പറയുന്നത്. ആരുടെ? ഫ്രോയിഡിന്റെ തലത്തില്. അപ്പൊ അത് എത്രയെങ്കിലും നോക്കിയിട്ട് പോവുക. അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ചോദിക്കുന്നത് ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തമാണ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ്. ഇവിടെ ഹൊവാർഡ് ഗാർട്ട്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണെന്നാണ് ചോദ്യം. അതായത് ഹൊവാർഡ് ഗാർട്ട്നർ പ്രധാനമായിട്ടും ഒരു 9, തുടക്കത്തിൽ 7 ഇന്റലിജൻസ് ആയിരുന്നു, പിന്നെ 9 ഇന്റലിജൻസ് ആയി. 7 ഇന്റലിജൻസിനകത്തുള്ളതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. എന്താണ് ഈ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്താണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്? അതായത് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ, നമ്മുടെ കഴിവുകളും നമ്മുടെ കുറവുകളും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശക്തിയും വീക്ക്നെസ്സും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരാളുടെ ഇന്റലിജൻസിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് വിളിക്കുന്നത്. എന്താണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്? ഇത് ഹൊവാർഡ് ഗാർട്ട്നറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനകത്ത് ഒരു ഫാക്ടർ ആണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ്. സോ ആൻസർ സ്വയം ആഴത്തിൽ മനസ്സിലാക്കാനും വിലയിരുത്താനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്, അതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. ഇനി കൂട്ടത്തിൽ മറ്റൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുമുള്ള കഴിവിനെ എന്ത് വിളിക്കും? അത് മറ്റൊരു തരത്തിലാണ്. അത് ഇൻട്രാ പേഴ്സണൽ ആണെങ്കിൽ മറ്റത് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വിളിക്കും. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക എന്നുള്ളത്. ഓക്കെ. അതുപോലെ സംഗീതം ആസ്വദിക്കാനുള്ളത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്, സംഗീതാത്മകമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ഇന്റലിജൻസ്. അതുപോലെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ട്, ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, അല്ലെ? അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് ഇവിടെ ചോദിച്ചിരുന്നു, കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിദ്ധാന്തത്തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കുക, ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, ബോഡി ബിൽഡ് ചെയ്യാനുള്ള കഴിവ്, മോഡലിങ്ങിനുള്ള കഴിവ്, ഇതൊക്കെ എന്ന് പറയുന്നത് കൈനസ്തെറ്റിക് ആണ്. ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം എന്താ? ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തി. കണ്ടോ, പിന്നെ അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏത് തരം ബുദ്ധിയാണ് നൃത്തം ചെയ്യുന്നവർക്ക്? ശാരീരിക ചലനപര ബുദ്ധിയാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുമ്പോൾ പ്രസംഗിക്കുന്നവർക്ക്, കവിത എഴുതുന്നവർക്ക്, കഥ എഴുതുന്നവർ, സാഹിത്യകാരന്മാർക്ക്, ടീച്ചേഴ്സിന്,
വക്കീലന്മാർക്കൊക്കെ ഭാഷാപരമായ ബുദ്ധിയുണ്ട്. ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുക. ദൃശ്യസ്ഥലപര ബുദ്ധി എന്താണ്? ഒരു സിവിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്കോ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സ്പേസ് കൂടുതൽ പടം വരയ്ക്കുന്ന ഒരാൾക്കോ ഒക്കെയാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെയാണ്? ഹൊവാർഡ് ഗാർഡ്നറിന്റെയാണ്. ഇത്രയാണ് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അടുത്ത മറ്റൊരു ടോപ്പിക്കാണ് ആൻസൈറ്റി എന്ന് പറയും അല്ലെ. ഇന്ന് പഠിച്ചിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ നോക്കുക, എന്താണ് ആൻസൈറ്റിയുടെ ശാരീരിക ലക്ഷണം? ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന, നിലവിൽ ഇല്ലാത്തതും എന്നാൽ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ നമ്മൾ ഇല്ലാത്തതിനെ ആലോചിച്ച് ഭാവിയിൽ അത് വന്നേക്കാം എന്ന് ഓവർ തിങ്ക് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ശാരീരിക ലക്ഷണം എന്തായിരിക്കും? വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. രക്തസമ്മർദ്ദം കൂടും, സംസാരം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം, ശ്വസനത്തിന്റെ ഇത് കൂടുകയാണ് ചെയ്യുന്നത്, ഹൃദയമിടിപ്പ് ഇവർക്ക് നന്നായിട്ട് കൂടുതലായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഉത്കണ്ഠ വ്യക്തമായിരിക്കില്ല, വളരെ വ്യാപിച്ചു കിടക്കും, അരോചകമാണ്, കൂടുതലായിട്ട് പേടി, അരോചകമായിട്ടുള്ള പേടി, ചുറ്റും നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണത് ആൻസൈറ്റി ആയിട്ട് വരുന്നത്. ചുറ്റും നിൽക്കുന്നവർക്ക് ഒരു ശല്യം പോലെ ആവുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി. അടുത്തത് ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് അമിതാനന്ദം അല്ല, ശാരീരിക ശക്തി അല്ല, ഉറക്കം കുറയുകയാണ് ചെയ്യുന്നത്, ഭയമുണ്ട്, സംഘർഷമുണ്ട്, അമിതമായ ചിന്തയുണ്ട്. സോ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഭയവും ഉത്കണ്ഠയും ഒന്നു തന്നെയാണ്. അല്ല. പുലി ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയമാണ്, ശരിയാണ്. ഭാവിയിൽ സംഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ, ശരിയാണ്. സോ 2ഉം 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് നമ്മുടെ അഭിപ്രേരണ, മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എബ്രഹാം മാസ്ലോയുടെ ആവശ്യകതകളുടെ ശ്രേണി എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. ഹയറാർക്കി ഓഫ് നീഡ്സ്. അതിനകത്ത് എത്ര കോളങ്ങളുണ്ട്? ഒരു പിരമിഡിന്റെ രൂപത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ എബ്രഹാം മാസ്ലോ തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ ഫിസിക്കൽ നീഡാണ്, അതായത് നമുക്ക് എന്താണ്, വെള്ളം, വായു, ആഹാരം, അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യർക്ക് എന്താണ്? സേഫ്റ്റി നീഡ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സ്നേഹിക്കാനും ആദരിക്കാനും അങ്ങനെയുള്ളത്, ദെൻ സെൽഫ് എസ്റ്റീം, ഏറ്റവും ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ? ആത്മസാക്ഷാത്കാരം എന്നാണ് അതിന്റെ മലയാളം. ഏറ്റവും ഫൈനലാണ് ആത്മസാക്ഷാത്കാരം. ഈ ഒരു സ്റ്റേജ് ആണ് ആത്മസാക്ഷാത്കാരം. അപ്പം അബ്രഹാം മാസ്ലോയുടെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം പരമാവധി ശേഷി ഒരു വ്യക്തി സ്വന്തമായിട്ട് തിരിച്ചറിയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും. ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരത്തിലാണ്. ഓക്കെ ആണല്ലോ. ഏറ്റവും ലാസ്റ്റും ഏറ്റവും ഫസ്റ്റും ചോദിക്കാറുണ്ട്. അഭിപ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ, പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ് മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് 2 തരത്തിൽ മോട്ടിവേഷൻ പറയാം. ഇന്റേണൽ മോട്ടിവേഷൻ ആണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. എന്താണ് ബാഹ്യ അഭിപ്രേരണ, എന്താണ് ആന്തരിക അഭിപ്രേരണ? പുറമേ നിന്നുള്ള ഒരു മോട്ടിവേഷൻ കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഒരു സമ്മാനം കിട്ടുമെന്ന് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, അടി പേടിച്ചൊരു കാര്യം ചെയ്യാം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ബാഹ്യമാണ്, ബാഹ്യ മോട്ടിവേഷൻ ആണ്. ആന്തരിക അഭിപ്രേരണ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വ്യത്യാസം? നമുക്ക് തോന്നി ചെയ്യുക, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ പ്രകാരം ചെയ്യുന്നതാണ്. ഇവിടെ അധ്യാപകരുടെ നിർബന്ധ പ്രകാരം പഠിക്കുന്നു, തെറ്റാണ്. മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നു, തെറ്റാണ്, ബാഹ്യാണത്. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം, എവിടെയാണോ സ്വയം കാണുന്നത് അവിടെ നിങ്ങൾ ആന്തരികം എടുത്തോണം. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഏറ്റവും ലാസ്റ്റ് ചോദ്യമാണ്. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലം, കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, ആത്മസാക്ഷാത്കാരം. ഏറ്റവും ഫസ്റ്റ് ശാരീരികം, 2 സുരക്ഷയാണ്, 3 സ്നേഹസംബന്ധമായിട്ടുള്ളത്, 4 സെൽഫ് എസ്റ്റീം ആണ്. 4 സെൽഫ് എസ്റ്റീം കഴിഞ്ഞിട്ടാണ് ആത്മസാക്ഷാത്കാരം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ക്വിക്ക് ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക. 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണിത്. കാരണം ഒരേ ടോപ്പിക് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ഒരു ടോപ്പിക്കും കൂടെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, സ്ട്രെസ് ആണ്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.